ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പാചകങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം. കണ്ട എൻ്റെ ജുപ്പിറ്റർ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് അങ്ങ് കഴിഞ്ഞു. ഇപ്പം എത്ര ചേട്ടാ ഇത്? 976 കിലോമീറ്റർ, 1000 കിലോമീറ്ററിന് ഇനി 24 കിലോമീറ്റർ ഉള്ളൂ. അത്രയും കൂടെ ഉള്ളൂ. അതുമല്ല, നിങ്ങളോട് ഷെയർ ചെയ്യണ്ടേ, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. രാവിലെ മോനെ വിട്ടു കോളേജിൽ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, അയ്യോ ഇന്നലെ മഴ പെയ്തോ, പയറിൻ്റെ തടമൊക്കെ നനഞ്ഞു കിടക്കുന്ന പോലെ തോന്നുന്നു. മഴ പെയ്തോ? എന്താണേലും ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ. നോക്കിക്ക് എന്ത് രസമാണ് ഓരോ കിളികളും കരയുന്നതല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് ചേട്ടൻ മോനെ വിടാൻ പോയ സമയത്ത് ഞാൻ പെട്ടെന്നല്ല ചേട്ടൻ ചോദിക്കും, എന്തിനാ നീ ഇത്രയും രാവിലെ വെള്ളം ഒഴിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ഒരു ചോദ്യം വരും. അതിന് മുമ്പ് ഞാൻ ഇതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കട്ടെ. എന്നാന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് എല്ലാം കൂടെ എനിക്ക് സമയം കിട്ടില്ല. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അതൊക്കെ ഇടണ്ടേ, അത് നമുക്ക് ഏറ്റവും വലിയൊരു ആവശ്യമല്ലേ. ശ്രീജു പറയുന്നു വീഡിയോ ഇനി ഇടുന്നില്ല, എനിക്ക് മെസ്സേജ് ഞാൻ ചോദിച്ചിട്ടു, ശ്രീജുവിൻ്റെ വീഡിയോ എന്നാ കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സമയമില്ല, ഈ പുള്ളിക്കാരിക്ക് മേലാഴികയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ശ്രീജുക്കുട്ടി വീഡിയോ മുടക്കല്ലേ. നമ്മളെല്ലാം എപ്പോഴും നമ്മൾ മേലാഴിക നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മരുന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇത്രയും ശ്രീജു ആക്കിയതല്ലേ ശ്രീജു. അതുകൊണ്ട് ശ്രീജു വീഡിയോ മുടക്കല്ലോ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വിഷയത്തിലോട്ട് വരാം. എൻ്റെ പയറേ ഇത് ഇത്രയായി കണ്ടോ ജീനക്കുട്ടിയേ, എൻ്റെ പയറ് കണ്ടോ? ജീനക്കുട്ടിക്ക് ഇഷ്ടംമാതിരി ഞാൻ ഇനിയും മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. വയലറ്റ് പച്ചമുളകാണോ, വയലറ്റ് മുളകാണ് കേട്ടോ, കരണമ്പട്ടി എന്ന് പറയത്തില്ലേ പണ്ട്, അതാണ്. ഇത്തിരി വെള്ളമൊന്നും എനിക്ക് കോരി ഒഴിക്കാൻ വയ്യ കേട്ടോ, നമുക്ക് ഇഷ്ടംമാതിരി വെള്ളമുണ്ട്. ഇതെല്ലാം കിണറ്റിലെ വെള്ളം, മോട്ടർ വെച്ച്. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ വെറുതെ നമ്മുടെ ശരീരം കളയുന്നത്? അല്ലാതെ തന്നെ നമുക്ക് ശരീരം കളഞ്ഞുള്ള പണികളൊക്കെ ഉണ്ടല്ലോ, അടുക്കളയിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം മാതിരി പണികൾ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. നമ്മുടെ ഡോഗ്സിൻ്റെ പാത്രങ്ങളെല്ലാം ചേട്ടനാണ് ഇതൊക്കെ കഴുകി വച്ചേക്കുന്ന കേട്ടോ. കൂടുമെല്ലാം കഴുകിയത് ഇന്ന് ചേട്ടനാണ് കേട്ടോ, എല്ലാം കഴുകിയിട്ടേക്കുവാണ്. രാവിലെ തന്നെ മോൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഇവിടെ ഇറങ്ങിയ. പയറിന് വെള്ളമെല്ലാം ഒഴിച്ചു. അക്കരെ ഒരാൾ നിന്ന് വല എടുക്കുവാന്ന് തോന്നുന്നു കേട്ടോ. മീനെ പിടിച്ച് വല എടുക്കുവാണ്. നമ്മുടെ അക്കരെ അതിനക്കരെ കണ്ടോ ആരണ്ടൊക്കെ കുളിക്കാനോ നനയ്ക്കാനോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മഞ്ഞുണ്ട് ചെറുതായിട്ട്. എല്ലാവരും രാവിലെ നേരം വെളുത്തപ്പോൾ കിളികളും എല്ലാം തന്നെ നോക്കിക്ക്, ഇതാ ഒരു ഉപ്പൻ അങ്ങ് മണ്ടലിരിക്കുന്നുണ്ടോ, മുകളിലിരിക്കുന്നുണ്ടോ. എല്ലാവരും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി എല്ലാം കഴിക്കണ്ടേ കിളികൾക്കും. അതിനു വേണ്ടി ഓരോരുത്തർ കൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തുടങ്ങി. നമ്മളും കൂട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മൾ നേരത്തെ ശേഖരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് കൂട്ടിൽ നിന്ന് ഇറങ്ങണ്ട, ആവശ്യങ്ങൾക്ക് മാത്രം ഇറങ്ങിയാൽ മതി. നമുക്ക് ആഹാരമെല്ലാം നമ്മൾ നേരത്തെ തേടി വെച്ചേക്കുവാണല്ലോ. അപ്പം ഞാനിനി വാചകം കൂടുതൽ അടിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ നേരെ പോയി നമ്മുടെ കിച്ചനകത്തോട്ടല്ലേ നമുക്ക് പോകേണ്ടത്. പിന്നൊരു കാര്യം, നിങ്ങളെ ഞാൻ ഇവിടുത്തെ പണി എന്നാന്ന് കാണിച്ചില്ലല്ലോ. നമുക്കേ വീടിന് ചുറ്റും മണ്ണൊക്കെ താന്നു പോയി ഉള്ള. പണ്ട് അച്ഛനെല്ലാം ഇങ്ങനെ മണ്ണ് വാങ്ങിച്ചിടുമായിരുന്നു. അപ്പോൾ ഇതാ മണ്ണ് മുഴുവൻ ഇടുക. ഇത് നമ്മുടെ ആയുർപ്ലാവാണ്, ഇത് നമ്മുടെ റെഡ് ലേഡി കപ്പളം. അപ്പോൾ ഇവിടെ ഇതാ മണ്ണില്ലായിരുന്നു, അത്രയും ഭാഗത്ത് ഇട്ടിട്ടില്ല കണ്ടോ. ഇത് ഇങ്ങോട്ട് നല്ല കനത്തിൽ മണ്ണിട്ടുകൊണ്ടിരിക്കുക. ഇതെൻ്റെ മുരിങ്ങ മരം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാൽ അതിനാണ് ഞാൻ വയലറ്റ് മുളകൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ച്, അത് നമ്മുടെ ദേ ഇവിടെ എല്ലാം ഇട്ടുകൊണ്ടിരിക്കുവാണ്, നിറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ വഴുതനയൊക്കെ ഇപ്പം മണ്ണിനകത്ത് നന്നായിട്ട് നിൽക്കുക. കഴിവേപ്പ് ഇനി ഇതൊക്കെ നിരത്തണം കേട്ടോ, ലെവൽ ചെയ്യും. എന്നിട്ട് വേണം എനിക്കെൻ്റെ കൃഷി തുടങ്ങി. ഇതിൻ്റെ പുറത്താകുമ്പോൾ നല്ല മണ്ണല്ലേ,
വഴുതനയും ഇതുമെല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അപ്പുറത്തെ സൈഡാണ് ഇന്ന് ഇതാ അവിടെയൊക്കെ ചെയ്തു കേട്ടാ. ഇവിടെ എല്ലാം ഇനി ലെവൽ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ കൊണ്ടിട്ടേക്കുന്നതേ ഉള്ളൂ. കോഴിക്കൂടിനടിയിൽ ഇഷ്ടികയുടെ അത്രയും ഭാഗം വരെ ലെവൽ മണ്ണിടുന്നുണ്ട്. പിന്നൊരു കാര്യം, ഇന്നേ നമ്മുടെ കോഴിക്കൂടിനകത്തൊരു എലി ഇതാ കിടക്കുന്നുണ്ടോ. കോഴിയെല്ലാം കൂടെ അതിനെ അറിയാതെ അകപ്പെട്ടതാ. കോഴിയെല്ലാം കൂടെ കൊത്തി ശരിയാക്കി ശരിയാക്കിയതായിരിക്കാം. ഇനി അതിനെ ഒന്ന് എടുത്ത് കളയണം, കുഴിച്ചിടണം. വാഴയ്ക്കും ഇതിനൊക്കെ മൊത്തം ചുറ്റോട് ചുറ്റും ഇടുക. ഇനി ഇങ്ങോട്ടാണ് ഇന്ന് എല്ലാം ഇട്ടതിന് ശേഷം ഒരു ദിവസം പക്രു അമ്മയ്ക്കൊരു ഷെയ്ക്കാൻ്റെ തന്നേ. ആൻറ്റിമാരും ചച്ചിമാരും അനിയന്മാരും ചേട്ടത്തിമാരും കാണട്ടെ. ഷെയ്ക്കാൻ്റെ ഞാൻ പിടങ്ങി ഷെയ്ക്കാൻ ഒരു ഷെയ്ക്കാൻ്റെ തോടി താ ഷെയ്ക്കാൻ്റെ. അങ്ങനെ ഇച്ചിരി ഗമയല്ലേ ഒരു ഷെയ്ക്കാൻ്റെ കൂടെ. അങ്ങനെ കിടന്നോട്ടോ. ഇനിത് ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇടാനുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡുണ്ടല്ലോ, ഏത് സൈഡാ? ഇതാ ഇവിടെ ഈ സൈഡ് ഇങ്ങനെയാണ്. അപ്പുറമൊക്കെ കിടന്നു കേട്ടോ. ഈ സൈഡ് ഫുൾ ഇടാനാണ്. ഇവിടെ മുഴുവൻ ഞാൻ കൃഷിയിടും. കൃഷിയെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ എല്ലാം നട്ട് കഴിയുമ്പോൾ കാണിക്കാം കേട്ടോ. ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ പോവാണ്. ഇന്ന് ഇഡലിയും ചമ്മന്തിപ്പൊടിയാണ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഇവരെ ഓർത്തില്ലല്ലോ നമ്മളവിടെ നിന്ന് വാങ്ങിച്ചു. നമ്മുടെ പൈപ്പിന്റെ അടിയില്ല നേരെ വെച്ച് മണ്ണ് അങ്ങോട്ട് പുതിയ ടൈലില്ല. ഞാൻ പറഞ്ഞു അവർ നമ്മളെനിക്ക് പൊക്കം അവിടുന്ന് ഇട്ട് വരാൻ പറ്റും. അല്ല നാളത്തെ ഉണ്ടാവും. കാരണം ഇന്ന് മൊത്തം മണ്ണെടുക്കുക. എന്നിട്ട് നിരത്താൻ ഒരാളുടെ ആവശ്യമുണ്ട്. വാറ്റിൻ്റെ കൂടെ ഉള്ളല്ലോ അല്ലേ? കട്ടിക്കലേ ഉള്ളൂ. കറക്റ്റ് 10,000 രൂപ ഉള്ളൂ. അപ്പോഴേ രാവിലെ എൻ്റെ കുളി എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. കുളിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അമ്മ കഴിക്കാൻ പോകുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് കാണിച്ചു തരാം. അമ്മ കാണിക്കുന്നില്ലേന്ന്. എന്തോ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നല്ലോ റെഡി ആയിട്ടിരിക്കാം. നേരം വെളുക്കുമ്പോഴേ ഷൂട്ടിങ്ങിന് ഒരു ദിവസം എടുത്തില്ലെങ്കിൽ പിന്നെ എന്റെ നേരം വരും. എന്താ ഷൂട്ടിങ് എടുക്കാത്തേന്ന്. ഇപ്പൊ അതുവരെ ആയി. നിങ്ങളെല്ലാരും കൂടെ അങ്ങനെ ആക്കി തന്നു എന്റെ അമ്മ. ഇച്ചിരി പൊക്കി വിട്ട് അങ്ങ് പൊങ്ങി ഇരിക്കുക ആശാട്ടി. അപ്പം മത്തിയാണ്. മത്തിയെല്ലാം വെട്ടി എല്ലാം കഴിഞ്ഞിട്ടാണ് കുളിച്ചത്. പിന്നെ നമുക്കിന്ന് എന്നാ വെക്കേണ്ടത്? നമ്മള് എല്ലാരോടും ചോദിച്ചിട്ടല്ലേ ഞാൻ വെക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഞങ്ങള് ഉച്ചക്ക് ഞങ്ങളുടെ ഒരു കടയുണ്ട്. നമ്മുടെ സുഹൃത്തിന്റെ ഒരു കട. അതിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ ചുങ്കത്ത്. അടിപൊളി ബേക്കറി എല്ലാം കൂടെ കൂടിയുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ചുങ്കത്ത് ജംഗ്ഷനിൽ നിന്ന് ചീര മേടിച്ചു. ചീര അവിയൽ വെക്കാൻ. ചീര തണ്ടും ജോമായേ നമ്മുടെ ചീരവിയൽ വെക്കാൻ പോവാണേ. അന്ന് നല്ല ഇഷ്ടപ്പെട്ടില്ലേ? ജോമായിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മ ചീരവിയല്. ഞാൻ കാണിച്ചു കൊടുത്തോണ്ട് ആദ്യമായിട്ട് വെച്ചു. അവളെന്നൊക്കെ ഞാൻ ഇനി പറയത്തുള്ളൂ കേട്ടോ. കൂട്ടുകാരൊക്കെ അങ്ങനെ അവള് സൂപ്രുവിനെ ഒന്നും ഞാൻ ഇനി സൂപ്രു എന്നൊന്നും പറയത്തില്ല. അവള് അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ജോമപ്പെണ്ണിന് ഇഷ്ടമായിരുന്നു. അവക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ പറയത്തുള്ളൂ. ചീര കൂടുതൽ സ്നേഹം വന്ന് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പം നമുക്ക് മാങ്ങ ഇട്ട് വെക്കാവേ. ചീര അവിയല് അത് റെഡിയാക്കണം. പിന്നെ നമ്മുടെ അച്ചിങ്ങയും പാവയ്ക്കയും കൂടെ മെഴുക്കോരട്ടിക്കരിഞ്ഞു. നമ്മുടെ ഹെഡ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെന്താ പുളിശ്ശേരി. പെട്ടെന്നുള്ള
പുളിശ്ശേരി, അച്ചിങ്ങയും പാവയ്ക്ക മെഴുക്കുവരട്ടി, ചീരവേല്. ഇതാണ് ഇന്നത്തെ കണ്ടന്റ്. കണ്ടന്റ് അല്ല കേട്ടോ. അപ്പൊ അതാണ് ഇന്ന് വെക്കുന്നത്. മത്തി വറുത്തതും. എനിക്ക് വയ്യ. ഞാൻ ഇന്നും മത്തി വറുത്ത കാണുമ്പോ ഞാൻ തിന്നും. എനിക്ക് വയ്യ തിന്നാതെ. ഞാൻ കുറെ ചോറ് ഉണ്ണും. ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ഒരാൾ എന്നെ കൊതിപ്പിച്ചേക്ക. കുഞ്ഞമ്മത്തിയോ എന്തോ ഒരു പ്രത്യേക പേരായിട്ടാ പറയുന്നത്. കുഞ്ഞമ്മത്തിയെ കിട്ടി. നമ്മുടെ സുപ്രു കുഞ്ഞമ്മത്തിയെ കിട്ടി. അതിന്റെ ഇടയ്ക്ക് ജീനാണെങ്കിൽ ഓടി നടന്നെല്ലാം കൂടെ കാണിക്കുന്നു. എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ശ്രീജു വീഡിയോ ഇടണം കേട്ടോ. പിന്നെ പാത്തൂസ്, നൂര. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ബോംബെ നിന്നൊക്കെ, മുംബൈ നിന്നൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നേ. എനിക്ക് സൗദി, കുവൈറ്റ് എല്ലായിടത്തൊന്നും കാണുന്നുണ്ട്. അതുകൂടാതെ ഹൈദരാബാദ് നമ്മുടെ നിഷ എന്നല്ലേ പേര്, എന്തായാലും അഭി എന്നൊക്കെ ഞാൻ പറയത്തു. ആ മോള് കാണുന്നുണ്ട്. പിന്നെ ഹൈദരാബാദ് എന്നാ പറഞ്ഞേ. പിന്നെ മുംബൈന്ന് പാവ ഒരു കുട്ടി, അയ്യോ, കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കുമാരനെല്ലൂർക്കാരി ലേഖ മോഹനാണോ? അയ്യോ, എന്നെ കൊല്ലല്ലേ, അടിക്കല്ലേ, സോറി, ബാക്കി ഓർക്കുന്നില്ല. ലേഖ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്റെ ചേച്ചിയുടെയും കാണുന്നുണ്ട്, എന്റെയും കാണുന്നുണ്ട്. എന്നിട്ട് വെച്ച് കുമാരനെല്ലൂർ വരുമ്പോൾ ചേച്ചിയെ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞ നമുക്കില്ലേ കുമാരനെല്ലൂർ അമ്പലത്തിൽ ഞാൻ വരുന്നെന്ന് പറയുമ്പോ അമ്പലത്തിന്റെ അവിടെ ഒന്ന് വരാവോ, എന്നിട്ട് എന്റെ ഫോൺ വിളിച്ചാൽ മതി. ഞാൻ അമ്പലത്തിൽ ഒരു ദിവസം രാവിലെ വരുമ്പോ തലേ ദിവസേ കമന്റ് ഇട്ടേക്കാം വരുന്ന ദിവസം. അപ്പൊ എന്നെ കാണാൻ വരണം പ്ലീസ്. എനിക്കും കാണണം, എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കേട്ടോ. പിന്നെ ഒരാൾ വന്ന് സദ്യക്ക് വിളിച്ചിട്ട് ആളില്ലെന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അങ്ങനല്ലേ അത് പറയുന്നത്? ഒരാൾ വീടിന്റെ വാതിൽ വന്നിട്ട് തീവ്രവാദികളൊക്കെ വന്നിട്ട് കണ്ടുപിടിച്ചേ വീട് കണ്ടുപിടിച്ചേ എന്ന് പറഞ്ഞ് തീവ്രവാദിയൊക്കെ വന്നിട്ട് പോത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വന്നേച്ചൊരു പോക്കും പോയി. എന്തു പറയാനാ. ചൂണ്ടയൊക്കെ ഇവിടെ ഒരെണ്ണങ്ങാണ്ടുണ്ട് കേട്ടോ. മോനോട് പറയാം, ചൂണ്ട റെഡിയാക്കി വെച്ചോളാൻ. ഇവിടെ ഉണ്ടെന്നാ തോന്നുന്നത്. ഇടയ്ക്ക് ചൂണ്ടയായിട്ട് ഓടുന്നതാണ്. എന്നിട്ട് ഒരു കുന്തവും കിട്ടത്തെ. വെള്ളപ്പൊക്കത്തിൽ പുല്ലനെയൊക്കെ കിട്ടും, ചിലപ്പം വല്ലതൊക്കെ കിട്ടും. ഞാനും ഉണ്ട് ചൂണ്ടയിടാൻ. അവന്റെ ഒപ്പം തന്നെ പോയിരിക്കും. നല്ല രസമാണ്. ഇളയൊക്കെ ചൂണ്ടയിടുന്നൊന്നും വലിയ പ്രാന്തൊന്നുമില്ല. പിന്നെ എനിക്ക് മൂത്ത മോന് ഭയങ്കര പ്രാന്ത്. അപ്പൊ നമ്മുടെ അമ്മ കഴിച്ചു തീരുന്നതിന് മുമ്പായിട്ട് ഇഡലി കഴിക്കുക പറഞ്ഞു. ചമ്മന്തി ഇപ്പൊ ഷൂട്ടിങ്ങിനൊക്കെ വീഡിയോയ്ക്കകത്ത് കയറ്റിയില്ലെങ്കിലുണ്ടല്ലോ ദേഷ്യ. ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. കഷ്ടം. നോർത്ത് നോക്കിയ കാലത്തിന്റെ പോക്ക്. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇഡലി ചന്ദനം തൊട്ടത് പറഞ്ഞില്ല. ചന്ദനം തൊട്ടു. സുന്ദരിയായി അതിലൊക്കെ ചെയ്യി സെറ്റൊക്കെ പോവുക. എന്റെ ഡ്രസ് സുപ്രു ഇന്നലെ പറഞ്ഞു കല്ലടിച്ച് തകർക്കുന്നുണ്ട്. അവിടുത്തെ അമ്മ അങ്ങനെയാണ്. സുപ്രു അവിടുത്തെ അമ്മ കല്ലടിച്ച് തകർക്കുമെന്ന് പറഞ്ഞു. എല്ലാം സ്വന്തമായിട്ടാ ചെയ്യുന്നത്. സ്വന്തമായിട്ടാ ചെയ്യുന്നത്. അമ്മായിയമ്മ, പുള്ളിക്കാരുടെ അമ്മായിയമ്മ എല്ലാം. പിന്നെ ഇത് അമ്മായിയമ്മ കൂട്ടത്തിൽ നിൽക്കുന്നു. ഹസിന്റെ വീട്ടിലല്ല. അപ്പൊ ഇനി നനയ്ക്കണം. ചിലപ്പോഴത്തെ നന കണ്ടാ ശരി വരും കേട്ടോ. കല്ല് അനങ്ങുകയില്ല. കല്ല് അനങ്ങാതെ നനയ്ക്കുന്നത്. അമ്മ ഒരു ഹായ് കൊടുക്കൂ സുപ്രുവിന്. ഹായ്. ജീനക്കൊരു ഹായ്. ജീനക്കൊരു ഹായ്. ശ്രീജുവിനൊരു ഹായ്. ഹായ്. ഇനിയുണ്ട്. ശുഭയ്ക്കൊരു ഹായ്. ശുഭയ്ക്കൊരു ഹായ്. പിന്നെ ഇഷ്ടംമാതിരി അമ്മ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടംമാതിരി ഉണ്ട്. അലുവ കിച്ചൻ. ഹായ് കൊടുക്ക. ഹായ്. ഇനിയുണ്ട്. ഞാൻ ഇനി പേരെല്ലാം എഴുതി വെക്കാവേ, എന്നിട്ട് നമുക്ക് ഹായ് കൊടുക്കാം കേട്ടോ. നോക്കി ഹായ്. ഞാൻ അമ്മയെല്ലാം മറക്കുന്നപ്പോ തമാശ കേട്ടല്ലോ. ഉണ്ടോ? തമാശ കേട്ടല്ലോ. അമ്മ മറന്നു പോകുന്നു. ഇപ്പൊ അവിടം വരെ വീഡിയോ പിടിക്കുന്നതാര്, വീഡിയോയിൽ ഇടുന്നതാര്, വീഡിയോയിൽ അഭിനയിക്കാൻ മാത്രം. ചില കാര്യത്തിന് ഭയങ്കര ബോധമാട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്തായാലും നമ്മളോട് ചോദിക്കും, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് കാണിക്കുമെന്ന് പറഞ്ഞു. എടി ജിജിയെ, ഈ സെറ്റ് ഇന്ന് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ഈ സെറ്റ് നമുക്ക് അകത്തിടണോ? അവിടെ കിടക്കട്ടെ അല്ലേ? ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ഇച്ചിരി കഴിഞ്ഞ് സെറ്റും പൊക്കിയെടുത്ത് അകത്തോട്ട് കൊണ്ടുവന്നുണ്ട്. ഇങ്ങനെയുള്ള ചില കാട്ടായങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് മഴ വന്നില്ലേലും
ശ്രദ്ധിച്ച് അതന്നെ സ്വാർത്ഥത എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ട് വെക്കണം. കേട്ടോ, സ്വാർത്ഥത. അലമാരിയൊക്കെ നോക്കണം. അലമാരി, ഡ്രസ്സ് വെക്കുന്ന അലമാരി. എന്റെ രണ്ടാമത്തെ മകള് തുറന്നു നോക്കും വരുമ്പോഴേ. അന്നേരം അവള് പറയും, അയ്യോ അമ്മയുടെ അലമാരി എന്ത് രസമുണ്ടെന്നേ കാണാനെന്ന്. അതിനൂടെ എന്റെ അലമാരി നോക്കിക്കഴിഞ്ഞാ അതന്നെയാണെന്നറിയാം. ഞാനെന്ന് പറഞ്ഞ ഒരാളല്ലേ എടുക്കുന്നുള്ളൂ. അവള് മോളെന്ന് പറഞ്ഞ അവള് എത്ര പേർക്ക് മക്കൾക്കും ഒക്കെ എടുത്തു, ഭർത്താവിനും എടുത്തു. അയ്യോ എന്റെ അമ്മയ്ക്ക് ഞാൻ ഇന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുവേ. അത്രയും പറഞ്ഞിട്ട് എന്റെ കുറ്റം പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. ഞാൻ കുറ്റം പറയത്തില്ല മക്കളെ ആരുടെ. ആ എനിക്കിഷ്ടമല്ല കണ്ടോ, എനിക്കിഷ്ടമല്ല കുറ്റം പറയുന്നത്. ഷോ KL ബ്രോ ബിജു, ഞാൻ വീഡിയോ കാണുന്നുണ്ട്. എന്നാ രസം അവിടുത്തെ, അവിടെ അമ്മ, അവിടുത്തെ അമ്മയാ. അയ്യോ അതിന്റെ അമ്മയാ, പുള്ളിക്കാരന്റെ അമ്മയാ. മരുമോളും അവരെല്ലാം കൂടെ നല്ല ജീവിത. എല്ലാരും കാണുന്നുണ്ടല്ലോ അതല്ലേ, നല്ല രസാ. നല്ല രസല്ലേ. ആ അപ്പൊ ഒന്ന് എഴുന്നേറ്റോ. അങ്ങനെ ഇനി ഞാൻ കൈ കഴുകട്ടെ. കൈ കഴുകി വെച്ച് നനയ്ക്കാൻ പോവുക. നനയ്ക്കാൻ പോയച്ച് നന കഴിഞ്ഞിട്ട് പിന്നെ എന്നതാ പേപ്പർ പേപ്പർ വായിക്കും ഒരു 1/2 മണിക്കൂർ. പക്ഷേ പേപ്പർ വായിക്കും. പക്ഷേ ഉണ്ടല്ലോ, ചിലവൊന്നും ചോദിച്ചറിയാൻ ഞാന് കേട്ടോ മക്കള് എല്ലാരും കേട്ടോടെ. ഞാൻ ചെലപ്പം ഒരു എന്തായാലും ഒന്ന് പറയും അതിനകത്തെ, ആണോടി ആണോ. ചിലപ്പോ കണ്ടല്ലോ പേപ്പർ അഴിച്ച് പിടിച്ച് വായിക്കും. പക്ഷെ ചിലത് ഇവിടെ മോൾ എന്നോട് ചോദിക്കും, എനിക്കറിയാൻ മേല, അറിയാൻ മേല. കണ്ണൊക്കെ അളഞ്ഞു പോന്നു പേപ്പറൊക്കെ വായിക്കും. ചിലപ്പോ ഒരു പുസ്തകമൊക്കെ വായിക്കും. കുളിക്കുന്ന ദിവസം പുസ്തകമൊക്കെ വായിക്കും. കുളിക്കാത്ത ദിവസം ഒന്നും വായിക്കില്ല, എനിക്കിഷ്ടമല്ല. ശരി അമ്മച്ചി എന്നാ എഴുന്നേറ്റോ അമ്മച്ചി കേട്ടോ. അമ്മച്ചി എഴുന്നേറ്റോ. ഇന്നലത്തെ സെറ്റാണോ ഇതൊരു സെറ്റ് ജീനായിരുന്നു തോന്നുന്നു. സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. സെറ്റൊക്കെ കൊടുത്ത് സുന്ദരിയായല്ലോ. ആ ഇന്നലത്തെ എല്ലാരും പറയും, എല്ലാരും പറയും. പ്രത്യേകിച്ച് കമന്റ് ജീന ഇട്ടിട്ടുണ്ടായിരുന്നു, സുന്ദരിക്കുട്ടി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എഴുന്നേറ്റോ കേട്ടോ. ശരി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്നാ ചെയ്യേണ്ടത്, നമ്മുടെ പുളിശ്ശേരി അങ്ങ് എളുപ്പമുള്ള പുളിശ്ശേരി അങ്ങ് വേഗം വെച്ചേക്കാം. നമ്മുടെ കടുകിട്ടു, മുളകിട്ടു, നമുക്ക് ഇച്ചിരി ഉലുവായിട്ടു, എന്നിട്ട് വന്ന് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഇച്ചിരി നേരം നമുക്ക് അടച്ചു വെക്കാവേ. ഒരു മിനിറ്റ്. ഇപ്പം വരാൻ ചേട്ടൻ വന്നേ. നേരം പൊട്ടിയിട്ടൊക്കെയാണ് ഞാൻ പോയത്, ചേട്ടൻ വന്നുകൊണ്ടാണ് പോയത്. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടി നമുക്ക് ഞാന് അരപ്പും ഇതും എല്ലാം കൂടെ ഒന്നും കലക്കി വെച്ചില്ല, തൈരും ഒന്നും എല്ലാം ആയിരിക്കുന്നോളെ. ഞാനപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് വരട്ടെ. എന്നാ പറയാനല്ലേ, കലക്കി വെക്കാതെ പുളിശ്ശേരിയുടെ കടുവും വറുത്ത് വെച്ചിട്ടുണ്ട്. കലക്കി ഒന്നും റെഡിയാക്കി വെച്ചില്ല, പുളിശ്ശേരിക്ക് കടുവ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ആരും കണ്ടില്ലല്ലോ, ആരെന്ന് പറഞ്ഞാൽ വേറെ അല്ലല്ലോ അമ്മ, അതുകൊണ്ട് അതിന് കുഴപ്പമില്ല. കണ്ടെങ്കിൽ പറയുന്നത് എന്താണെന്നറിയാമോ, അത് നേരത്തെ അങ്ങനെ ആക്കി വെച്ചോണ്ട് ടേസ്റ്റ് കുറഞ്ഞു. ഏതായാലും നനയ്ക്കാൻ പോയി, അമ്മ നനയ്ക്കാൻ പോയേക്കുന്നു. ചേട്ടൻ അവിടെ പണിക്കാരോടെ നിൽക്കുന്നു. കൈ കെട്ടണം. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് കത്തിച്ച് ചൂടോടെ തന്നെ അങ്ങോട്ട് ഒഴിക്കാം. അപ്പൊ ചൂടാക്കിയാൽ മതിയല്ലോ. നമ്മുടെ കടുകെല്ലാം പൊട്ടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഷൂന്ന് വെക്കാൻ എന്നാന്നറിയാം, അതിൻ്റെ ഇതെല്ലാം പോയി. അപ്പം അങ്ങോട്ട് കിടന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഒരു കറി നമ്പർ 1 കറിയായി. നമ്പർ 2 കുക്കർ റെഡിയാക്കി കൊണ്ടുവരാം. ഇത് ചൂടാവട്ടെ. കുക്കർ നമ്പർ 2 കുക്കറൊക്കെ റെഡിയാക്കി. സുനിത കിച്ചൺ എപ്പോഴും ഞാൻ കാണുന്ന ഒരേ ഒരു ഇതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് ടിപ്സാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ.
രസം, അടിപൊളിയാ കേട്ടോ. എല്ലാം നല്ല രസാ. വർത്താനമോ എന്ത് രസാ കേൾക്കാൻ. എല്ലാവർക്കും സുനിത കിച്ചണിലോട്ട് സ്വാഗതം. എന്താണേലും നല്ല രസാ പറയുന്ന കേൾക്കാൻ. അതൊക്കെ ഒരു രസമല്ലേ കേൾക്കാൻ. എന്നെപ്പോലെ കിടന്ന് അലയ്ക്കുമല്ലായിരുന്നു. ഞാൻ ചുമ്മാ കിടന്ന് അലപ്പ്, എന്തോരലപ്പ എന്നറിയാവേ. എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് അടുത്ത കറിയാണ്. മറ്റേ ചൂടായി വരുന്നേ ഉള്ളൂ. കടുകൊക്കെ മൂപ്പിച്ച് വെച്ച് അതിൻ്റെ ചൂട് ആറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് എടുത്ത് ഒഴിച്ചാൽ പിന്നെ ചൂടാറാതിരിക്കുമോ. ഇതിന് ശകലം ജോമായിക്ക് ഇപ്പൊ കൊതി വന്ന് കാണുവേ. ഞാൻ ചീരവിയൽ വെക്കുന്നത്. ഇച്ചിരി മുളക് പൊടി ഇടാവേ. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മതി കേട്ടോ, ഒത്തിരി ഇടല്ലേ. പിന്നെ നമ്മുടെ ഇച്ചിരി വെള്ളമോടെ എടുത്തോണ്ട് വരട്ടെ. ഇച്ചിരി വെള്ളം വേണം ചീരയ്ക്ക്. ചീരയ്ക്ക് ശാലം വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചൂടായി നമ്മുടെ പുളിശ്ശേരി ചൂടായേ. മതി മതി മതി. പിന്നാലയത്തിൻ്റെ ചീനച്ചട്ടിയാട്ടെ പെട്ടെന്ന് ചൂട് നിൽക്കുകയും ചെയ്യും. ചൂടാകാൻ ഇച്ചിരി വൈകിയാലും ചൂട് നിൽക്കും. നിർത്തി കേട്ടോ, പുളിശ്ശേരിയുടെ നിർത്തി. നമ്മൾ ഒഴിച്ചില്ല പാത്രത്തില്. ഇച്ചിരി മാങ്ങ അങ്ങ് ഇട്ട്. കൂടുതലാവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. കൂടുതലായാലും എൻ്റെ ചേട്ടന് മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കൂടിപ്പോയാലും എനിക്ക് സങ്കടപ്പെടാനില്ല. എനിക്ക് പേടിക്കുകയേ വേണ്ട മീൻകറിക്കൊക്കെ മാങ്ങ കൂടിയെന്നും പറഞ്ഞു. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. അപ്പം ഇതിനെ നമ്മൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വേഗട്ടെ. അതിൻ്റെ ഇതെടുത്തോണ്ട് വരട്ടെ. വെയിറ്റ്. ഇത് നമ്മൾ ഇട്ട് കൊടുത്തു. അവിടെ ഇരുന്ന് വെന്തോ പതുക്കെ. അരപ്പരച്ച് വെച്ചിട്ടുണ്ട്, ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ചീരയുടെ. ഒരാളവിടെ തല്ലി തകർക്കുന്നുണ്ട് കേട്ടോ, കല്ല്. മുട്ട കിട്ടിയ കരിങ്കോഴിയുടെ മുട്ട ദാ ചേട്ടൻ എടുത്തോണ്ട് വന്നു. ഇതിന് നല്ല വിലയുള്ള. പക്ഷെങ്കിൽ കടയിൽ കൊടുത്തിട്ട് കരിങ്കോഴിയാണ് എന്നാ കോഴിയാന്ന് വാങ്ങിക്കാൻ വരുന്നവരറിയുന്നോ അല്ലേ? സുപ്രിയ പറഞ്ഞേ ആരാ മുണ്ടും തലയിട്ട് കള്ളനെ പോലെ നിൽക്കുന്നതെന്ന്. എന്നെ കള്ളനല്ലേന്ന് കേട്ടോ. തെറ്റിദ്ധരിക്കണ്ട, മുണ്ടും തലയിട്ട് നിന്നോണ്ടാട്ടോ ചോദിച്ചത്. പാവം കുട്ടിയാ. ഇത്രയും പ്രായമായിട്ട് ഒരു പോലീസുകാരന്റെ അകത്ത് ഞാൻ കേറിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് കള്ളനല്ലെന്നാ പറഞ്ഞത്. കള്ളനല്ല, ഒറിജിനലാണിത്. ഒറിജിനൽ ആളിന്റെ തന്നെയാണ് കേട്ടോ. ഇത്രയും പ്രായമായിട്ടും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേറിയിട്ടില്ല. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പാണാവളിലും കേറിയിട്ടില്ല, അരീക്കുറ്റിലും കേറിയിട്ടില്ല, ചേർത്തലയിലും കേറിയിട്ടില്ല, കോട്ടയത്തുകൊണ്ട് ഒട്ടുമില്ല. പിന്നെ പ്രീതി ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മളോട് പറഞ്ഞോ? പ്രീതി പറഞ്ഞില്ല. പ്രീതി കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുന്നുണ്ട് അരീക്കുറ്റിലേക്ക്. എന്റെ അച്ഛന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ വരുന്നുണ്ട്. തങ്കേക്കാട്ട് വരുന്നുണ്ട്. തങ്കേക്കാട്ട്. അപ്പൊ ഒരാളാണെങ്കിൽ തീവ്രവാദിയെ പോലെ വന്നിട്ട് വീട് അനി കുമാരനെല്ലൂരുണ്ട് ഒരു കൂട്ടര്, ലേഖ. അപ്പം ഇഷ്ടംമാതിരി കൂട്ടുകാരല്ലേ ഇപ്പൊ ഉള്ളത്. എത്രയോ നല്ല ഫ്രണ്ട്സുകളായി നമ്മൾ യൂട്യൂബിനകത്തൂടെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഒരേ വീട് പോലല്ലേ ഇപ്പൊ കഴിയുന്നത്. അപ്പം ഞാൻ ബാക്കി കഥയെല്ലാം അങ്ങ് പോയി. ചീരവിയലിന് ചതച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി, ശകലം ജീരകവും ചുമന്നുള്ളി വേണം കേട്ടോ. ചതച്ച് വെച്ചേക്കുന്നു. അപ്പം നമുക്ക് പുളിശ്ശേരിയിലോട്ട് മാറ്റാം. അന്നേരെ ഞാൻ ഇച്ചിരി സമയം കൊണ്ട് ഈ നമ്മുടെ വെളുത്തുള്ളി, ചുമന്നുള്ളി, കുരുമുളക് ഇത്രയും ഞാനെടുത്ത് മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അങ്ങോട്ട് അരച്ച് വെച്ചേക്കുന്നു. എന്തിനാ? മത്തിക്ക് വറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിന്റെ എയർ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ്. അപ്പം നമുക്ക് മെഴുക്കുവരട്ടി ഇങ്ങോട്ടിട്ടേക്കാവേ. അതവിടെ കിടന്ന് പതുക്കെ കിടന്ന് വേവട്ടെ. വെന്ത് മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ
അവിടെ കിടന്ന് ഒത്തിരി തീയൊന്നും മെഴുക്കുവരട്ടി കൊള്ളത്തില്ലല്ലോ, അതുകൊണ്ട് മെല്ലെ അവിടെ കിടന്ന് വേകട്ടെ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ച് നമുക്ക് ഇട്ടേക്കാം. അതൊക്കെ ഒന്ന് വേകുമ്പോഴത്തേക്കും എത്ര മണി ഈ അടുപ്പിൽ നമുക്ക് അവർക്കുള്ള ചായക്ക് വെച്ചേക്കാം. നമുക്കും കൊടുക്കണ്ടേ, നമ്മുടെ വയർ മാത്രം നിറഞ്ഞാൽ മതിയോ. ചായക്ക് പാല് വെച്ച് അതവിടെ കിടന്ന് അവിടെ ഇരുന്ന് ഇതാവട്ടെ. ഞാൻ ഇന്നലെ രഹസ്യമായതെന്നെ മറന്നുപോയി പറയും. മറന്നിട്ടല്ല, സമയം കിട്ടില്ല. എപ്പോഴും നോക്കിക്കൊണ്ട രഹസ്യം പറയുന്നത്. അതെ, ഇന്നലെയാണോ മിനിഞ്ഞാണ് രാവിലെ പാല് നമുക്ക് 1 ലിറ്റർ പാലാണ് മേടിക്കുന്നത്. അത് കൂടാതെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങിക്കും വേറെ മിൽമ പാല്. ഇതിപ്പം നമ്മൾ പശുവും പാല് നേരിട്ടുള്ള മേടിക്കുന്നത്. അപ്പം ഞാൻ മറന്നുപോയി കടയിൽ ഇപ്പം പാല് വാങ്ങിക്കുന്നതിനും പറയും. അപ്പം തലേ ദിവസം വൈകിട്ടത്തെ കൊണ്ടുവരുന്ന പാലാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ വീടിനടുത്ത് ചായക്കിടുന്നത്, ഞങ്ങൾക്ക് ചായ. അപ്പം കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്കും ചേട്ടനും കൊച്ചിന് പാലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അത് പാലായിട്ട് എടുത്ത് കഴിയുമ്പോൾ ഇല്ലായിരുന്നു ചായക്ക്, എനിക്കും കൂടെ ഉള്ളത് ഇല്ല. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഇവിടുന്ന് 7 മണിക്കല്ലേ ചായ കുടിക്കുന്നത്. അപ്പം ഞാനെന്നും ചായ കുടിക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഞാൻ എന്നെ ഇതിനകത്ത് ചായയൊക്കെ മിക്കവാറും ഇതിനകത്ത് വെച്ചാൽ ചായ കുടിക്കുന്നത്, ഈ പാത്രത്തിൽ. അപ്പം ഇങ്ങനെ വെച്ച് എന്താ ഞാൻ തിളപ്പിച്ചത്, ബ്രൂ കോഫി, വെറും കട്ടൻ ബ്രൂ കോഫി. അത് തിളപ്പിച്ച് വെച്ചേക്കുക. അവിടെ പോയിരുന്ന് കുടിക്കണ്ടേ, ഒന്നിച്ചിരുന്നല്ലേ കുടിക്കുന്നത്. അപ്പോഴാണ് ഗുഡ് മോർണിംഗും ഇതെല്ലാം വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബ്രൂ കോഫിയാണ്, ചായ അല്ലായിരുന്നു. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ കുടിച്ച് മിണ്ടാൻ പോയില്ല. മിണ്ടിട്ടുണ്ടേ എനിക്കറിയാവേ, അപ്പം തന്നെ ഓടും. അല്ല അന്നേരം ഓടാൻ പറ്റത്തില്ലല്ലോ, ആ സമയം അങ്ങനെ ഓടുന്നു. ചിലപ്പോൾ എന്നായെന്നറിയാം, എനിക്കും വേണ്ടെന്ന് പറയും. എന്നിട്ട് ഇച്ചിരി ചേട്ടനാണെങ്കിൽ അത് ശകലം എടുക്കും, എനിക്കും തന്നെ തരും. അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാൻ പോയില്ല. ഞാൻ കള്ളത്തരത്തെ ഇങ്ങനെ 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 ഇരുന്ന് കുടിച്ചു. അമ്മയ്ക്ക് ഇത് ഇച്ചിരി കുറവാണ്. അതായിരുന്നു രഹസ്യം കേട്ടോ, വേറെ ഒന്നുമില്ല. അന്നേരം ചായ തിളക്കട്ടെ, അപ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കണ്ടേ. പിന്നെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. അപ്പൊ നമ്മുടെ അവിയലിന് ചേർത്തട്ടെ. റെഡിയായിരിപ്പണ്ടേ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ അതെല്ലാം ഇട്ട് നമുക്ക് അങ്ങോട്ട് കുഴയ്ക്കാം. കൈ ഒന്ന് കഴുകട്ടെ. കൈ കഴുകാൻ പോയി ഒരു പരുവമായി. കൈ കഴുകാനും പോയി ഉപ്പ് നോക്കി നമ്മൾ പെണ്ണുങ്ങളുടെ വീട്ടമ്മമാരുടെ ഒരു പരുവായി. വീട്ടമ്മമാര് പിള്ളേർക്കും ഭർത്താക്കന്മാർക്കും അമ്മമാർക്കുള്ളവരാണെങ്കിൽ അവർക്കും എല്ലാം വേണ്ടി ഉണ്ടാക്കി ഉപ്പും നോക്കി കയ്യും കഴുകി ഒരു പരുവമായി. ഇതിനുപ്പില്ല, ചുപ്പ് ചേർക്കട്ടെ. കളിച്ചേച്ചിക്ക് ഞാൻ സ്നേഹിച്ച് കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ചേച്ചി പേടിയായിട്ട് ഇന്നലെ 2 ലൈൻ എഴുതിയിട്ട് ഓടി. ഞാൻ ഓടുവാണ് ജീവനും കൊണ്ട്. ഞാൻ സ്നേഹിച്ചിട്ട് കൊന്നെങ്കിലോ നോക്കും. ഇന്നലെ ചേച്ചി മര്യാദയ്ക്ക് വന്ന് എനിക്ക് നല്ല നീളത്തിലുള്ള ചേച്ചി മലയാളം ടീച്ചറാണോ? കവിത പോലെ കാര്യമായിട്ട് ചോദിച്ചാട്ടോ, കവിത പോലെ കമന്റ് എഴുതുന്നത്. ഇന്ന് കമന്റ് നല്ലതായിട്ട് കവിതയായിട്ട് എഴുതി ഇട്ടില്ലേ, കണ്ടല്ലോ. അവിയലിന് ഉപ്പുണ്ടോ നോക്കട്ടെ. ഇപ്പം എല്ലാം ഉണ്ട്, മതി. അപ്പം അത് ചൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ ചീരവിയലൊക്കെ നല്ല രീതിയിലൊക്കെ ആയി. നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം, പാത്രത്തിലോട്ട് ആക്കി വെച്ചേക്കാം. അപ്പം ഞാനിന്ന് എന്തൊക്കെ ഇപ്പം വെച്ചെന്നെല്ലാവരും ഒന്ന് പറഞ്ഞേ.
ഹോംവർക്കാണ്. ഞാനിപ്പോൾ എന്തൊക്കെ വെച്ചു? നമ്പർ 1 പുളിശ്ശേരി, നമ്പർ 2 ചീരവേര്, അടുപ്പിൽ വെച്ചേക്കുന്ന നമ്പർ 3 മെഴുക്കുവരട്ടി. ഓക്കെ, ഇത്രയായി. നമ്പർ 4 എന്നതായിരിക്കും? ഞാൻ പറയത്തില്ല, കമന്റ് ഇട്ടാൽ മതി. നമ്പർ 4 എന്നതാണ്. നമ്പർ 4 എന്നതായിരിക്കും എന്നുള്ളത് കമന്റിലൂടെ എന്നെ എല്ലാവരും അറിയിച്ചേക്കണം കേട്ടല്ലോ. അന്നേരം ഇതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. പാവയ്ക്കയും അച്ചിങ്ങയും കൂടെ. ഓ, ഇനിയിപ്പോ ഈ മെഴുക്കുവരട്ടിക്ക് അച്ചിങ്ങയ്ക്ക് എന്റെ അച്ചിങ്ങയായിരിക്കും ഇതിനകത്ത് വരുന്നത് കേട്ടോ. പാവയ്ക്ക ഞാൻ ജന്മത്തിന് ഇടത്തില്ല. കൃഷി ഇട്ടിട്ട് മനുഷ്യൻ ഒരു പരുവായതാ. പുഴു എപ്പോഴും. ഇപ്പൊ ബാക്കി നോക്കട്ടെ. അപ്പൊ നമുക്കിനി മീനും കൂടെ വറുത്താൽ മതി കേട്ടോ. മീൻ വറുക്കാൻ ഇട്ടേക്കാവേ. നമ്മുടെ മത്തിയെ പെരട്ടി അങ്ങ് വെച്ചേക്കുക. എല്ലാം അപ്പം അത് മത്തി വറുത്തോം കൂട്ടി. എനിക്ക് ഇപ്പോഴേ ചോറിനാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ചോറിനാൻ പറ്റത്തില്ലല്ലോ. മണി 11 വരെ 11 വറുത്തായതേ ഉള്ളൂ. ഇപ്പോഴേ ഉണ്ണാൻ തോന്നിയത് കണ്ടിട്ട്. അതുകൊണ്ട് നമ്മുടെ മത്തിയൊക്കെ ഒന്ന് വറുത്തേക്കാവേ. വറക്കാൻ ഇട്ടിട്ട് പോകാം. ഇത് വറക്കാൻ ഇടാൻ പോയായിരുന്നു. അപ്പം നമ്മുടെ മൂത്ത ചേച്ചി ഫോൺ വിളിച്ചു. അങ്ങനെ ചിലരം 10 ദിവസമായി അവളുമായിട്ട് വർത്താനം പറഞ്ഞിട്ട്. ഞാൻ അവളെ ചീത്ത പറയാനിരിക്കുമായിരുന്നു. വിളിക്കുന്നില്ലാത്ത എന്നാടിയെന്ന് ചോദിച്ചു. എനിക്കാണേലും വിളിക്കാം. അപ്പം അവൾക്കറിയാം ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ അവൾക്കറിയാം. അതാണ് അവൾ വിളിക്കാമെന്ന് എനിക്കറിയാം. അപ്പം അവൾ വിളിച്ചപ്പോൾ നമ്മൾ വർത്താനം പറയണ്ടേ? എന്നും അവളല്ലേ ഈ പണിയും കുണിയൊക്കെ. പണി ഒഴിഞ്ഞിട്ട് ആരോടും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വർത്താനം പറയായിരുന്നു ഇത്രയും നേരം ഇരുന്ന്. ഇനി ഇതിപ്പം വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണിയല്ല കഴിഞ്ഞു. അപ്പം ഇത് മൂക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാണേ. മത്തി വറുത്തത്, പുളിശ്ശേരി, ചീരവിയല്, മെഴുക്കുവരട്ടി എല്ലാം കൂട്ടി ഇന്ന് ചോറൊക്കെ കഴിക്കട്ടെ കേട്ടോ. തൈര് ചെറിയ ചുമയുള്ളതുകൊണ്ട് ഇന്ന് കൊടുക്കത്തില്ല കേട്ടോ തൈര്. അപ്പോഴേ ശാസ്ത്രീയ സംഘം ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വന്നിട്ട് തൂത്തുവാരുവാണേ. തൂത്തുവാരട്ടെ. തൂത്തുവാരിയിട്ട് ഒരു വലിയ ബിസിനസ് നടത്താൻ പോണം. ബിസിനസ്സിന് പോണം കേട്ടോ. അപ്പൊ തൂത്തൊക്കെ വരട്ടെ. തൂത്തുവാരി എടുക്കട്ടെ. തൂത്തിട്ടൊക്കെ പിന്നെ. അപ്പം ഇന്ന് രാത്രി നമുക്ക് ഡിന്നറിന് കഞ്ഞിയാണ്. ഇന്ന് കഞ്ഞിയാട്ടോ. അപ്പം നമുക്ക് മാങ്ങ ചമ്മന്തിയും കഞ്ഞിയാണ്, മുട്ട പൊരിച്ചതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.